എല്ലാവർക്കും പിന്നെ നമസ്കാരം. ഇന്ന് നമ്മുടെ ജൂനിയർ ബ്ലോഗർ ഇപ്പൂട്ടനുണ്ട്. ഞങ്ങൾ കടയ്ക്കൽ വരെ പോയൊരു കാര്യം ഉണ്ടായിരുന്നു. കടയ്ക്കലിൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു വരുന്ന വഴിയാണ് നമ്മുടെ ചടയമംഗലം ജഡായിപ്പാറ അതോ കണ്ടോ, ദൂരെ കാണുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറണമെന്ന് വിചാരിക്കുകയാണ്. ഈ വെയിലുണ്ട്, 2 മണി സമയമാണ്. ഈ വെയിലും കൊണ്ട് ഈ സാധനം കൊണ്ട് എങ്ങനെ കയറുന്നതെന്ന് ചർച്ചയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൻ സ്ട്രോങ് കയറാമെന്നൊക്കെ പറഞ്ഞു. കയറാം അവിടെ ഉറപ്പാന്നാ? അപ്പോൾ നമുക്ക് ചാനൽ വീഡിയോ തുടങ്ങാം. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ജഡായിപ്പാറയുടെ വിശേഷങ്ങൾ ഒന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സമീറിന്റെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, ബൈ. നമ്മൾ ജഡായി പാർക്കിന്റെ ഉള്ളിലോട്ട് കിടക്കാണ്. ഇവിടെ നമ്മൾ പാസ് എടുത്ത് വേണം, 20 രൂപ പാസ് കാർ പാർക്കിങ്. സ്ഥലം തെറ്റിയൊന്നുമില്ല. നമ്മളിവിടെ വന്നേ വണ്ടി പാർക്ക് ചെയ്യണം. ഇപ്പം തെറ്റിയൊന്നുമില്ല. അപ്പിക്കണ്ട, അവിടെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഓട്ട് കൊണ്ടു കണ്ട ഒത്തിരി ആളുകൾ കൊണ്ടിവിടെ. ജഡായിപ്പാറ പാർക്കിംഗ് ഏരിയ ആണ്. അങ്ങോട്ട് പോയിക്കും വണ്ടി വരുന്നത്. സാർ വളരെ ഹാപ്പിയാണ്. ജഡായിപ്പാറ വിശേഷങ്ങൾ ഞങ്ങൾ അതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. അവിടെ അതിൻ്റെ എൻട്രൻസ് ഉണ്ടോ? വണ്ടി നീട് മാറി കാപ്പി എടുത്തിന്നോണ്ട് അങ്ങോട്ട് പോകല്ലേ? ഇങ്ങോട്ടോ ആ നമുക്ക് കൂടെ ജഡായു എർത്ത് സെൻ്റർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പാസ് എടുത്ത് ഉള്ളിലേക്ക് കിടക്കണം. ഓ, ഇതൊക്കെ 2 മണി നല്ല ക്യൂ ഉണ്ട്. ഞാനിപ്പോൾ കൂടെ എൻട്രി ടിക്കറ്റ് എടുത്ത് ജഡായിപ്പാറയിലോട്ട് കയറുകയാണ്. ആണോ? വളരെ ആവശ്യത്തിൽ നടന്നു പോകുന്നുണ്ട്. പോയി ഹാപ്പിയാണോ? ആണോ? നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് നടന്നു പോകുന്നു. പക്ഷേ എക്സ്പെൻസ് ആണ്. പക്ഷേ നിങ്ങളിൽ ഒരാൾക്ക് 236 രൂപ, പിന്നെ കുഞ്ഞായാലും ഇപ്പോൾ ഇതിനെടുത്ത് 236. എന്നിട്ട് എൻട്രി ഫീനകത്ത് എന്നിട്ട് കേബിൾ കയറി പോകണമെങ്കിൽ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ 800 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി പോകണം. അത് നമ്മൾ താങ്ങല കുഞ്ഞോട്ടൊക്കെ വരുമ്പോൾ. നടന്നു കയറുന്നതിന് പൈസയില്ല, പക്ഷേ അത് റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേര് ഇറങ്ങും. ഇവിടെ സുരക്ഷാ പരിശോധനയുണ്ട്, സെക്യൂരിറ്റി ചെക്കിങ്. വണ്ടി എടുക്കണോ? ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ എൻട്രൻസ് എത്തുമ്പോൾ ഇറങ്ങണം. നല്ല കയറി ആയി. നല്ല AC അല്ലേ? ഇവിടെ ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് യാത്ര തന്നെ അതെയോ? ആ അങ്ങോട്ട് പോകും. ഇവിടെ വരുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരുണ്ട്. എൻ്റെ പേര് നീ വല്ല കൂടി പൈസ വേണോ? രണ്ട് പേരും അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളെ നേരെ വണ്ടി ഒന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഒന്നും ഉണ്ടോ? ഇല്ലയോ? ചെറിയ സജ്ജീകരണമൊക്കെ ഒപ്പിക്കുന്നതുകൊണ്ട് അവിടെ പൈസ കൂടുതൽ. എന്തുവാ എന്നെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ? ഫ്രീ എടുത്തില്ല. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. വണ്ടിക്ക് മുകളിൽ പോകുന്നതാണ് നല്ലത്. ഇവിടെ അകത്ത് നല്ലൊരു കഫേ സെൻ്റർ ഉണ്ട്. ജ്യൂസ് ഉണ്ടെന്ന്. ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. കറക്റ്റ് നമ്മൾ മെട്രോയിലൊക്കെ പോകുന്നൊരു രീതിയൊക്കെ ഇവിടെ. മെട്രോ ചെക്കിങ് കാര്യങ്ങളൊക്കെ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ. പക്ഷേ ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ വളരെ ആവേശത്തോടെ പോകുന്നുണ്ട്. വീണ്ടും മുകളിലോട്ട് തരണം. ആ അവിടെ കളിക്കണേ. വണ്ടി കിട്ടാണ്ട് ഇതിനകത്ത് നമ്മൾ പോണേ. തിരിക്കണ്ട. കൊച്ചുപാട് ചാടി കയറണോ?
നമ്മളെ പിടിക്കുന്നത് തിരിച്ച് ഞങ്ങൾ പിടിക്കും. ഓടാ ഓടാ തുടങ്ങി എന്ത് കാര്യത്തിൽ പോകുന്ന ടോപ്പ് വെയിൽ കയറി മുകളിലോട്ട് പോവാം. ഇപ്പൊ പെണ്ണുമ്പിളെ വിളിക്കാവുന്നതിന് ഇപ്പൊ മുട്ടനടിയാവും. വേറെ വഴിക്ക് വന്നപ്പോ കയറിയതാ. നമ്മളിപ്പോ എന്തോന്ന് പറയും വീട്ടില് നോക്കിയാ പോന്ന വണ്ടി. ആ നിങ്ങൾ കോയമ്പത്തൂർ വന്നിട്ട് இதுக்காக வந்த நாங்க இங்க அடுத்து கிடக்கு இதுவரை வந்துட்டு ഇവിടെ വരുന്നതെല്ലാം ദൂരെ பார்த்துக்கோ. എല്ലാരും കണ്ടോ നമ്മുടെ സ്വന്തം നാട്ടിൽ കാണാൻ നമുക്ക് നേരമില്ല. ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിരിക്കും. വിളിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നിയാ കാറ്റ് കാണാൻ വേണ്ടി സ്റ്റോപ്പായിട്ടുണ്ടോ? ഒന്നുമില്ല പേര് ചെയ്യുന്നു. അപ്പൊ തിരിച്ചാണോ? ഓ വരുന്നുണ്ടോ? ഇപ്പോൾ ടാറ്റ പറയുന്നുണ്ട്. കേട്ടോ അടുത്ത വർഷം വരുമ്പോൾ ഈ ചാക്കി പോകും. ആദ്യം വരുമ്പോൾ നമുക്ക് അടുത്ത നിത്ത വരുമ്പോൾ പിന്നെ അഞ്ചൽ പറഞ്ഞത് വെള്ളച്ചാട്ടമുണ്ട്. അഞ്ചൽ ഇവിടെ ഒരു 20 കിലോമീറ്റർ ദൂരം. അഞ്ചൽ ജംഗ്ഷൻ അഞ്ചൽ കാണാൻ കുറച്ച് ഇവിടുന്ന് റോപ്പ് വേയിൽ ഞങ്ങൾ വന്നത്. റോപ്പ് വേയിൽ കയറി മൂളി വരും. മൂളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഇതാണ് ജഡായി പറയുന്നത്. ആ കാണുന്ന റോപ്പ് വേയിൽ തൂങ്ങിയാണ് ഞങ്ങളോട് വന്നത്. വീണ്ടും സ്റ്റെപ്പ് കയറണം. ഇപ്പോൾ വളരെ ആവേശത്തോടെ ഓടി കയറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ ഇപ്പൂൻ്റെ കാര്യത്തിൽ ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ ആവേശത്തോടെ ഓടി കയറി. ആഹാ ബ്യൂട്ടിഫുൾ, മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ അങ്ങോട്ട് നടന്നു കേട്ടോ. അങ്ങോട്ട് പോയിക്കാം. പോഞ്ഞു വന്നേ അവിടെ നിന്നോ. പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. നമ്മൾ കന്യാകുമാരി പോയിട്ടുള്ളവർക്കറിയാം, ആ കടലിനുള്ളിലെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണ്. അതേ റോപ്പയിലൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. അതുക്കുള്ളിലാണ് നമ്മൾ മുകളിലോട്ട് വരുന്നുണ്ടോ. അവിടെ നമുക്കിത് ആദ്യം ചുറ്റിക്കിറങ്ങി കണ്ടിട്ടേ, അല്ലെങ്കിൽ അവിടെ ഓടിക്കറിക്കും. അങ്ങോട്ട് ഓടിക്കറിയിട്ടുണ്ട്. പൂരി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വെച്ചാൽ ടയർഡാവെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഇരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ല. അതിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കണം. ഇടയിപ്പാറവിൻ്റെ ഫ്രണ്ടിൽ ഉള്ള കാഴ്ചകളാണിത്. പിന്നെ ഇവിടെ ഇരുത്തിയൊരു ഫോട്ടോ എടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഇരുത്തിയൊരു ഫോട്ടോ എടുക്കട്ടെ.
നമ്മുടെ ഇപ്പു സാർ അവിടെ ഭിത്തിയിൽ കല്ല് കയറി ഇരിപ്പുണ്ട്. ഓ ഹായ്. പറവിൻ്റെ ഇവിടെ ഒരാളുടെ ഒരു ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ പുറത്തോട്ട് നോക്കിയപ്പോൾ അത് കണ്ടോ, അവിടെ നിന്ന് കാണുന്നേ കണ്ടോ? അപ്പോൾ കാണാൻ പറ്റുന്നില്ലയോ? ഓ കണ്ടോ. ഓ ഏത് ശരിയോ? നമുക്ക് പോയിട്ട് വന്നിട്ട് അവിടെ പോയിരുന്നു ചെയ്യാൻ. ഇത് വളരെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭീമാകാരമാണിത്. ഇതിൻ്റെ വലിപ്പം എത്ര ഒന്നും ചോദിക്കാൻ അറിയാവുന്നവരാരും ഇല്ല ഇവിടെ. പോയി അവിടെ കിടന്ന് പോകും. ഓ വെയിലത്തിങ്ങ് വാ, മതി മതി, വെയിലത്തിരിക്കണ്ട, ക്ഷീണിക്കും. ഇപ്പോൾ അവസാനം കുറഞ്ഞു. പൂന് വയ്യ, പൂനെ എടുത്തോട് നടക്കേണ്ട അവസ്ഥയെ ലാസ്റ്റ് ജഡായി പറയൽ പൂ അവസാനം തോൽവി സംഭവിച്ചു. എല്ലാവർക്കും താങ്ക് യു. ഇത് നമ്മുടെ വാഹനത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് പിടിച്ചിരിക്കുകയാണ്. അവരെ ഇങ്ങോട്ട് പിടിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ബോളിനകത്ത് ഇരിക്കുന്ന പോലെ വളരെ നല്ലൊരു അനുഭവമാണ് ഈ യാത്ര. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് മോശമാണ്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ നല്ലൊരു അനുഭവമാണ്. ഒന്നില്ല നമ്മളങ്ങനെ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ ഇറങ്ങി വന്നൊരു ഫീലിങ്സ് അവിടെ. ഫ്ലൈറ്റ് പോകാത്ത മനസ്സിലാവും. നമ്മൾ ലാൻഡിങ്ങിലോട്ട് വരികയാണ്. നമ്മുടെ കൊല്ലത്തുള്ള ഈ മഹാസംഭവം തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യണം. സമയം പോലെ ഫാമിലി ആയിട്ട് വരണം. ഒരാൾക്ക് 500 രൂപ, 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും 500 രൂപ മസ്റ്റാണ്. ആ ഒരു എക്സ്പെൻസ് ഞാൻ ഇവിടെ കാണുള്ളൂ. പിന്നെ ഈ ചൂട് മാക്സിമം ഈവനിങ് വന്നാൽ നന്നായിരിക്കും. പക്ഷേ നല്ല റഷാണ്. ഈ ചൂടത്ത് നല്ല ഇതുണ്ട്. ഞങ്ങൾ പോയി 2 മണിക്കാം, അപ്പോഴും നല്ല റഷുണ്ട്. ഇപ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടല്ലോ? അടിപൊളിയാണോ? ഇപ്പൊരു പേടിയുണ്ടോ ഇവിടെ ഇരിക്കാൻ? പേടിയില്ല? അങ്ങോട്ടൊക്കെ നോക്കിയതുകൊണ്ട് ഓ താഴെ പോണു. ഇപ്പൊങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആദ്യം വരുന്നവർക്ക് ചെറിയൊരു ഇതുണ്ടാവും, പക്ഷെ പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നില്ല. ഇപ്പോ ചടയമംഗലം ജഡായു പാറ വിശേഷങ്ങൾ. ഇപ്പോൾ ഞാൻ ഇപ്പവും ജഡായുപ്പാറ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങളുടെ റോപ്പാറ എന്തായാലും പറയാം, അതിൽ താഴോട്ട് പോവാണ്. ഞങ്ങളുടെ ഈ കൂടാരത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, വേറെ ആരുമില്ല. പൂസ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് താഴോട്ട് പോവാ. അതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്നവർ ഇത് നേരെ കൊട്ടാരക്കര വന്ന് നേരെ ഒറ്റ വഴി ഹൈവേ 5 റൂട്ടിൽ വന്ന് ചടയമംഗലം
വളരെ നല്ല റൂട്ടാണ്. ഇവിടെ ഫീസിന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടുള്ളൂ. 236 എൻട്രി ഫീസും അകത്ത് എന്നിട്ട് ഒരാൾക്ക് 230 രൂപ. അങ്ങനെ ഒരാൾക്ക് എന്തായാലും 500 രൂപ ഇതിനകത്ത് കയറുന്നതിനാവും. 3 മണിക്കൂർ അകത്ത് ചിലവഴിക്കാം. ഈ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സമയം കിട്ടുന്ന നല്ല എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇപ്പോൾ ടാറ്റ ഹായ്.